ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെന്റെ ഒരു കൂട്ടുകാരനാണ്. ഹായ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇവിടെ കടയിലുള്ള ചേച്ചിയുടെ മോനാണ്. അപ്പൊ എൻ്റെ ഒപ്പം കളിക്കാറൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ചലഞ്ച് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം തന്നെ എന്താണ് ചലഞ്ച് എന്ന് വെച്ചാൽ, ചലഞ്ചിൽ ജയിക്കുന്ന ആൾക്ക് കിട്ടുന്ന സംഭവമാണ് കേട്ടോ. ഈ ഒരു ഇതെന്താ റീചാർജ് എന്ന് പറയുന്ന ഒരു ജ്യൂസാണ്. ജ്യൂസുകളുടെ പേരൊക്കെ മാറി കേട്ടോ. പണ്ടത്തെ ഫേമസ് സാധനമായിരുന്നു ഫ്രൂട്ടി, ഇപ്പൊ മാറി കേട്ടോ. ഇപ്പൊ റീചാർജും നെറ്റും ഇന്റർനെറ്റും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് അവിടെ കൊണ്ട് വെച്ചേക്കുന്ന നമ്മുടെ ഫ്രൂട്ടി അവിടെ ഇരിപ്പുണ്ട്. അതിപ്പോ നമ്മൾ പിടിക്കണ്ട. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് നമ്മുടെ കുപ്പി. ഇതെന്താ ചലഞ്ച് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ബോട്ടിൽ ഫ്ലിപ്പ്. ആ സംഭവമാണ് നമ്മുടെ ചലഞ്ച്. അത് ഒരു 10 പോയിന്റ് നമ്മൾ രണ്ടുപേരും കൂടി കളിക്കും. അപ്പൊ ആരാണ് ആദ്യം 10 പോയിന്റ് നേടുന്നത്, ഇങ്ങനെ വന്ന് മേടിക്കുന്ന ആരാണ് 10 വട്ടം, അവർക്കായിരിക്കും ആ ഫ്രൂട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ചലഞ്ചിലേക്ക് പോവാം. അപ്പൊ ആദ്യം ആരാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് എണ്ണി നോക്കാം. 10 വരെ എണ്ണ. ഞാൻ ചെയ്യും. ഓക്കെ, ഞാൻ ചെയ്യും. ആദ്യത്തെ പിഴച്ചാൽ മൂന്നാമത്തെ പിഴക്കില്ല എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. മൂന്നാമത്തെ എത്ര പോയിന്റ്? 10 അല്ലേ? ഒരു വട്ടം വീണിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് കളിക്കാവേ. അപ്പൊ അവൻ 1 പോയിന്റ് ആയിട്ടുണ്ട്, എനിക്ക് 0. എന്ത് കുപ്പിയത്? ഞാൻ വീണ്ടും മാത്രം വീഴുന്നില്ല. ഒരു ട്രിക്ക് ഉണ്ട്. ഇതൊക്കെ എന്ത്? എനിക്ക് 2. ഇവൻ എന്താ ഇത്? അതൊക്കെ ഒരു ട്രിക്കാണ്. എന്നൊക്കെ പറഞ്ഞാൽ കിട്ടും. ഇത്തിരി ഓവറല്ലേ? ഇത് പറ്റില്ല. ഞാൻ കളി അവസാനിപ്പിച്ച് പോകൂട്ടാ മിക്കവാറും. കുപ്പി നിനക്ക് എന്താണ് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് മാത്രം വരാത്തത്? വൃത്തികെട്ട കുപ്പി, നിനക്ക് അറിയില്ലാത്ത ഇവനുണ്ടല്ലോ. മൊത്തത്തിൽ അകപ്പാടൊരു ഞാൻ പറയണില്ല, അകപ്പാടൊരു ശാന്തനാണ്. ഇത് പറ്റില്ല. ഇത് ഇവൻ എന്തൊരു ഭാഗ്യാണ്, എനിക്ക് മാത്രം ഭാഗ്യമില്ല. കുപ്പിന്ന് സ്ക്രാച്ച് കൂടാ. കുപ്പി മര്യാദക്ക് വീണോ? ഇതെന്ത് കുപ്പിയായത്? ഞാൻ തല്ലിയത് കൊണ്ടായിരിക്കുമല്ലേ വീഴാത്ത? നല്ല കുപ്പി. കുപ്പി അല്ലേലും പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ. കുപ്പിക്ക് ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. കണ്ടോ? 4 പോയിന്റ് അല്ലേ എനിക്ക്? 4 അല്ല, 4 പോയിന്റ്. 5. ഇവൻ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഇവൻ എന്തോ ചരട് ജപിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. എടി പോടി. ഇനിയിപ്പോ എത്ര പോയിന്റ് ആയി? 6 പോയിന്റ്. 7 അല്ലായിരുന്ന? 6. എനിക്ക് 1 പോയിന്റ് പോലും ഇല്ല. 6. 10 പോയിന്റ് അല്ലേ? 4 പോയിന്റ് കൂടി മതി. എനിക്ക് 10 പോയിന്റ് വേണം. ഇതെന്താ? ഇവളുടെ വീഴുന്നുണ്ട്, പക്ഷെ നേരെ നിക്കണില്ലെന്നേ ഉള്ളു. കുപ്പി ഇനി ഞാൻ വേണോ കളിക്ക്? ഇവൻ തന്നെ ജയിക്കുന്ന ഉറപ്പായി. എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. അത്ഭുതം. കുഴപ്പമില്ല ഗൈസ്, എനിക്ക് 1 പോയിന്റ് കിട്ടി. 1 പോയിന്റ് കിട്ടിയില്ലേ? 7. ഓടാ മുട്ടടിച്ചു. 1 7. കുപ്പി. ഇത് കുപ്പി. എനിക്ക് 8 അല്ലേ? എനിക്ക് 7.
7 8 എന്നൊക്കെ ഓർക്കുന്നില്ലടി. 8 ജ്യൂസ് ചൂടായി കാണും. ജ്യൂസ് ചൂടായിട്ടുണ്ടെന്നൊക്കെ. തണുത്ത ജ്യൂസ് കേട്ടോ ഇത്. എനിക്ക് 8. ആ ട്രിക്ക് ചെയ്തോ. ഇത് പറ്റൂല ഇത്. ഓ എല്ലാം കഷ്ടപ്പെട്ടാ വീഴ്ത്തണം. കുപ്പിയിലെ വെള്ളം ഒന്ന് ശാന്താവട്ടെ. കുലുക്കി എന്നെ ഇളക്കിയിട്ടേക്കുവാ. ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. 9. എന്റെ നെഞ്ചിടിപ്പാട്ടോ. ഈ നെഞ്ചിടിപ്പ് ഇവിടെ വന്ന് ഇടിച്ചുകൊണ്ടാണ് ആ കുപ്പി നിർത്തത്. എനിക്ക് 1 പോയിന്റ് ആയിട്ടുള്ളൂ. അറിയാം. ഭാഗ്യം കൈവിട്ട് പൊക്കോണ്ടിരിക്കുന്നു. ശേ 3-9. യേശുവാ. ആദ്യത്തെ കളി ഞാനാണ് ജയിച്ചത്. നമ്മുടെ ഇവനെ കുഞ്ഞുന്ന് വിളിച്ചാൽ മതി കേട്ടോ. കുഞ്ഞുവിന്റെ ഗിഫ്റ്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ്, പക്ഷെ ഡിവിഷൻ വേറെ ആണ് കേട്ടോ. ഒരേ സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ആർമാദം. എനിക്ക് പക്ഷെ ആർമാദം ഇല്ല കേട്ടോ. അപ്പോൾ അവൻ അത് കുടിക്കട്ടെ. ഇതിലെനിക്ക് കുത്തിയെടുക്കട്ടെ. അത് കവർ പോലും പൊട്ടിക്കാനെടുത്ത് കുടിക്കാൻ പോണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. ബൈ.